അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ ധാരണയെ ബാധിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നാവിക ഉപരോധം നീക്കി തുടങ്ങിയതോടെ ഇറാൻ തീരത്ത് വീണ്ടും കപ്പലുകൾ അടുത്തു. ഇറാൻ അമേരിക്ക അന്തിമ കരാറിനായുള്ള ചർച്ചകൾ ശനിയാഴ്ച തന്നെ തുടങ്ങും. ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും യുദ്ധമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക നാവിക ഉപരോധം നീക്കി തുടങ്ങി. 3 ടാങ്കറുകളും 2 ചരക്ക് കപ്പലുകളും ഉൾപ്പെടെ 5 കപ്പലുകൾ നാവിക ഉപരോധത്തിന് ശേഷം ആദ്യമായി ഇറാൻ തീരത്തെടുത്തു. യുദ്ധം തീർന്നെന്ന് ഇറാനും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ധാരണ ഒപ്പിട്ട് ശനിയാഴ്ച തന്നെ ജനീവയിൽ വെച്ച് ചർച്ച തുടങ്ങും. പക്ഷേ പ്രശ്നം ഇസ്രയേൽ നിലപാട് തന്നെ. ഇസ്രയേലിന്റെ താൽപര്യങ്ങളുണ്ടെന്നും തങ്ങൾ കരാറിൽ കക്ഷിയല്ലെന്നും ലെബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഗാസയിൽ നിന്നും പിന്മാറില്ലെന്നും ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു. ലെബനനിൽ അന്താരാഷ്ട്ര അതിർത്തികളിലേക്ക് ഇസ്രയേൽ മടങ്ങണമെന്നാണ് ഇറാന്റെ നിലപാട്. അവസാന നിമിഷം ഇറാനുമായി ധാരണ വിജയിപ്പിച്ചെടുത്ത ഖത്തർ അമീറുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 ഉച്ചകോടിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇറാൻ അമേരിക്ക ധാരണ അടുത്ത ദിവസങ്ങളിൽ പരസ്യമായി പ്രസിദ്ധീകരിച്ചേക്കും. ഇതിനിടെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമിച്ച കപ്പലായ MT ചെൽവീറിലെ 21 ഇന്ത്യൻ നാവികർ ഇന്ത്യയിലേക്ക് മടങ്ങി. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് യാത്ര ഏകോപിപ്പിച്ചത്. 3 നാവികരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിഷയത്തിൽ ജീവനക്കാരുടെ കൂട്ടായ്മയായ ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതി അയച്ചു. അടിയന്തര അന്വേഷണവും അമേരിക്കയിൽ നിന്നുള്ള നഷ്ടപരിഹാരവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുമായുള്ള നിർണായക സമാധാന ചർച്ചകൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാനസിക നിലയും പെരുമാറ്റരീതിയും വിലയിരുത്താൻ ഇറാൻ മുതിർന്ന മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടിയതായി റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകളിൽ ട്രംപിനെ എങ്ങനെ സ്വാധീനിക്കാമെന്നും അദ്ദേഹത്തിന് അനുയോജ്യമായ രീതിയിൽ സന്ദേശങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താമെന്നും വ്യക്തമാക്കാൻ ഈ വിദഗ്ധർ ഇറാനിയൻ പ്രതിനിധികളെ സഹായിച്ചതായാണ് വിവരം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യവട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമാണ് മനഃശാസ്ത്രജ്ഞരുടെയും മറ്റ് ബിഹേവിയറൽ വിദഗ്ധരുടെയും സഹായം ഇറാൻ ഔദ്യോഗികമായി തേടാൻ തുടങ്ങിയത്. ട്രംപിന്റെ പെരുമാറ്റരീതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച വിദഗ്ധർ ചർച്ചകൾക്കിടയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രതികരണങ്ങൾ ഉണ്ടാകാൻ തക്കവണ്ണം തന്ത്രപരമായി സന്ദേശങ്ങൾ തയ്യാറാക്കാൻ ഇറാൻ ചർച്ചാ സംഘത്തെ സഹായിച്ചു. മനഃശാസ്ത്രപരമായ ഈ തന്ത്രം വലിയ രീതിയിൽ ഫലം കണ്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഈ ആശയവിനിമയ ശൈലി നടപ്പിലാക്കിയതിനു ശേഷം ഇറാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങളോട് ട്രംപ് കൂടുതൽ അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ വിചിത്രവും തന്ത്രപരവുമായ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മുൻപും ഉയർന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനെന്നാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം. അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനും സ്ഥിരമായ സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനുമായി ധാരണയിലെത്തിയതിനെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും 60 ദിവസത്തിനുള്ളിൽ വിശദമായ ചർച്ചകൾ നടത്തി സ്ഥിരം കരാറിലെത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ ധാരണ സാധ്യമാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാകിസ്ഥാനും ഖത്തറും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ സൗദി അഭിനന്ദിച്ചു. കൂടാതെ അമേരിക്കയും ഇറാനും ഈ ശ്രമങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചതിനെയും രാജ്യം പ്രശംസിച്ചു. ഫെബ്രുവരി 28 മുമ്പുണ്ടായിരുന്ന നിലയിൽ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് സൗദി വ്യക്തമാക്കി. മേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ പരിഗണിക്കുകയും പരസ്പര ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിരമായ സമാധാന കരാറിലേക്കാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രിയും യുദ്ധം എല്ലാ മേഖലകളിലും അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണങ്ങളോ ഫീസുകളോ ഇല്ലാതെ തുറക്കുന്നതിനും ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കുന്നതിനും 60 ദിവസത്തിനുള്ളിൽ സ്ഥിരം കരാറിനായുള്ള ചർച്ചകൾ നടത്തുന്നതിനുമുള്ള ധാരണയിലെത്തിയതായി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.